നമസ്കാരം. ട്രംപിനെതിരെ ആഞ്ഞടിച്ച് മോദി. ട്രംപിന്റെ പിടിവാശിക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ല. ട്രംപിന്റെ പിടിവാശി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ട്രംപിന്റെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കിയാൽ അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കൃത്യമായ കണക്കുകൂട്ടലുകളുടെ പുറത്താണ്. അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന്റെ പിടിവാശിക്ക് മുന്നിൽ ഒരു കാരണവശാലും വഴങ്ങാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇന്ത്യൻ ഭരണകൂടം പറയുന്നത്. മോദിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും ട്രംപിന് എന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ നമ്മൾ പറയുകയും വേണം. കാരണം കാർഷിക രംഗത്തിലാണ് കൈപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്താണ് പിടിമുറുക്കുവാൻ ട്രംപ് ശ്രമിക്കുന്നത്. സത്യത്തിൽ രാജ്യത്തിന്റെ നട്ടെല്ലാണ് കാർഷിക രംഗം എന്ന് പറയപ്പെടുന്നത്. കോടിക്കണക്കിനാകുന്ന ആളുകൾ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൊഴിലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ക്ഷീരമേഖല അടക്കമുള്ളവ, അല്ലെങ്കിൽ ക്ഷീരമേഖല അടക്കം അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മേഖലകൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂണുകളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയെ പിടിച്ചു നിർത്തുന്ന ക്ഷീരമേഖല അടക്കമുള്ള ഇത്തരത്തിലുള്ള സുപ്രധാന രംഗങ്ങൾ അതിനെ തങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാശി പിടിക്കുന്നത്. ഇന്ത്യ US വ്യാപാര കരാർ അനന്തമായി നീളുന്നതിന് സത്യത്തിൽ കാരണം ഇതുതന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള പിടിവാശികളോട് ഒരിക്കലും സമന്വയപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ക്ഷീരമേഖല എന്ന് പറയപ്പെടുന്നത് വിദേശ കമ്പനികൾക്കാട്ട് ഒരിക്കലും തുറന്നു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ തുറന്നു കൊടുക്കേണ്ട ഒരു സാഹചര്യവും ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെയാണ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അടക്കം വളരെ അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതും. ഇതൊക്കെ ട്രംപിന് തിരിച്ചടികളാണ്. കാരണം ഇവിടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ: കർഷകരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് പാലാണെങ്കിലും അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും സോയ ആണെങ്കിലും തുടങ്ങിയ കാർഷിക വിളകൾ ഇന്ത്യയിലേക്ക് യഥേഷ്ടം വരാൻ അനുവദിച്ചാൽ അത് നമ്മുടെ കർഷകരുടെ തകർച്ചയായി ആകും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷകളാണ് നമുക്കുള്ളത്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ആ സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പീയൂഷ് ഗോയൽ മാധ്യമങ്ങളോട് ഇന്ത്യൻ വിപണി മറ്റ് വിദേശ രാജ്യങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഇല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാറിൽ ന്യൂസിലാൻഡ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ പീറ്റേഴ്സ് തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ ഫോണിൽ സംസാരിച്ച ശേഷമാണ് വ്യാപാര കരാറിന്റെ കാര്യത്തിൽ ധാരണയായതായിട്ട് ഇരു രാജ്യങ്ങളും പ്രഖ്യാപിച്ചത്. ലക്സൺ നയിക്കുന്ന കൂട്ടുകക്ഷി സർക്കാരിന്റെ ഭാഗമാണ് എങ്കിലും വ്യാപാര കരാറിനെതിരെ വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നത് ശുഭസൂചനയായിട്ട് കാണാൻ കഴിയില്ല. അതായത് ന്യൂസിലാൻഡിന്റെ കയറ്റുമതിയുടെ 26% ഈ ഡയറി ഉൽപ്പന്നങ്ങളാണ്, ക്ഷീര ഉൽപ്പന്നങ്ങൾ. അപ്പോൾ പാൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ യാതൊരു വിധത്തിലുള്ള ഇളവും നൽകാത്തതാണ് വിൻസ്റ്റൺ പീറ്റേഴ്സിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ സുനാമി പോലെ തങ്ങളുടെ വിപണിയിലേക്ക് എത്തുകയും തങ്ങൾക്ക് വിദേശ നാണയം തേടിത്തരുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നത് അനീതിയാണ് എന്നാണ് വിൻസ്റ്റൺ പീറ്റേഴ്സിന്റെ വാദം എന്ന് പറയപ്പെടുന്നത്. അതിനോട് യോജിക്കുവാൻ ഇന്ത്യ തയ്യാറാകില്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിപണിയിലെത്തിക്കാം, പക്ഷേ നിങ്ങൾക്ക് വിദേശ നാണ്യം നേടിത്തരുന്നു എന്ന് പറയപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കണം എന്ന് പറയാൻ ശ്രമിക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത സമീപനം ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ന്യൂസിലാൻഡ് വിദേശകാര്യമന്ത്രി ഇടഞ്ഞതുപോലെയാണ് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര ചർച്ചയും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത്. ഇന്ത്യൻ ക്ഷീരവിപണി തങ്ങളുടെ കമ്പനികൾക്ക് തുറന്നു കിട്ടണമെന്നാണ് ട്രംപിന്റെ വലിയൊരു ആവശ്യം എന്ന് പറയപ്പെടുന്നത്. പറ്റില്ലെന്ന് ഇന്ത്യയും പറഞ്ഞു കഴിഞ്ഞു. ക്ഷീരമേഖലയുടെ കാര്യത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ളതാണ് മോദിയുടെ നിലപാട്. കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ അടിത്തറ തന്നെ തകർക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ് സത്യത്തിൽ ക്ഷീരമേഖല എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ക്ഷീരമേഖലയെ തൊട്ട് കളിച്ചാൽ, അല്ലെങ്കിൽ കർഷകരെ തൊട്ട് കളിച്ചാൽ, കാർഷിക മേഖലയെ തൊട്ട് കളിച്ചാൽ അത് നരേന്ദ്രമോദിക്കും ഒപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്കും അവരുടെ അടിത്തറ ഇളക്കുന്ന ഒരു വിഷയമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ അത് വല്ലാതെ പ്രതിഫലിക്കുകയും ചെയ്യും.
ഇപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം സ്വപ്നം കണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ വലിയ കേടുപാടുകൾ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പ്രക്രിയയായി മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷീരമേഖലയെയോ കർഷകരെയോ തൊടുന്ന ഒരു വിഷയത്തിലും നരേന്ദ്രമോദിയും BJP സർക്കാരും ഒരു തീരുമാനവും എടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് മോദി നയം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ കോടിക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന ക്ഷീരമേഖല അത് തുറന്നു കൊടുത്താൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുള്ള മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ കേരളത്തിലടക്കം അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. അതായത് കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കയിൽ നിന്ന് പാലുൽപ്പന്നങ്ങൾ എത്തിയാൽ രാജ്യത്തെ ക്ഷീര കർഷകർ അവർ നേരിടാൻ പോകുന്നത് വളരെ വലിയ വെല്ലുവിളിയായിരിക്കും. ക്ഷീര കർഷകർ തളർന്ന് അവശരായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഗ്രാമങ്ങളിലൊക്കെ തൊഴിലില്ലായ്മ എന്ന് പറയപ്പെടുന്ന രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പശു വളർത്തൽ നടത്തുന്നവർ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകൾ കൂടി ഇല്ലാതാകും. പിന്നെ ഇതിനോടൊപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയമായിട്ടുള്ള കനത്ത തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്നതിനാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും മോദി തയ്യാറാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കനത്ത തിരിച്ചടിയിലേക്ക് ഇതിനെ കൊണ്ടുചെന്നാക്കുവാനോ ഇന്ത്യയിലെ ക്ഷീര കർഷകരെ തളർത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാക്കിയെടുക്കുന്നതിനോ ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ അത് രൂക്ഷമാകുന്ന തരത്തിലേക്ക് എത്തിക്കുന്നതിനോ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളോ നിലപാടുകളോ നടപടികളോ എടുക്കുവാൻ BJP സർക്കാരും ഒപ്പം തന്നെ നരേന്ദ്രമോദിയും തയ്യാറാകില്ല എന്നുള്ളിടത്താണ് ട്രംപിന്റെ പിടിവാശിക്ക് മുമ്പിൽ ഒരിക്കലും മുട്ടുമടക്കേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിലേക്ക് മോദി എത്തുന്നത്. ഇനി ഇത് മാത്രമല്ല, മോദിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെയും ഈ കഴിഞ്ഞ റഷ്യൻ വ്യാപാര കരാറുകൾ, ഇപ്പോൾ ന്യൂസിലാൻഡ് വ്യാപാര കരാർ പോലെ തന്നെ റഷ്യൻ വ്യാപാര കരാറുമൊക്കെ ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ച വിഷയങ്ങളാണ്. ട്രംപ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമാകുന്ന തരത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും മുട്ടുമടക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് അതിന് കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ള നട്ടല് നരേന്ദ്രമോദിക്കുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ട്രംപിനെതിരെ ആഞ്ഞടിക്കാൻ മോദിക്ക് കഴിയുന്നതും. ട്രംപ് ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലോ നികുതി തീരുവ വിപ്ലവങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാപാര കരാറുകളുടെ മുടക്കലിലോ എന്തുമാകട്ടെ അതിനെയൊന്നും കൂസലില്ലാതെ നേരിടുവാനും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റു രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം പുലർത്തുവാനും ഇന്ത്യക്ക് കഴിയുന്നത് കൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ട ഗതികേട് ഇന്ത്യക്കില്ല. ട്രംപിന്റെ പിടിവാശിക്ക് മുന്നിൽ മുട്ടുമടക്കി കൊടുക്കേണ്ട ഗതികേട് നരേന്ദ്രമോദിക്കുമില്ല.